നേരെ നമുക്ക് നിയമസഭയിലേക്ക് പോകാം. ഇപ്പോൾ ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി നേതാവ് ബി ഗോപകുമാർ സംസാരിക്കുകയാണ്. തത്സമയം സെക്കൻഡ് ഇവിടെ ഈ വോക്കൗട്ടിനകത്ത് പങ്കെടുക്കാൻ പറ്റുന്നത് ഈ പ്രമേയത്തിൽ ഒപ്പിട്ട ആളുകൾക്കാവും. പ്രമേയത്തിൽ ഒപ്പിട്ടിട്ടുള്ള ശ്രീ പ്രവീൺ തൊട്ടപ്പുറത്ത് പുറകിലുണ്ട്. അങ്ങയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങയ്ക്ക് വളരെ ചുരുക്കി പറയുന്നതിന് ഞാനൊരു സാവകാശം തരികയും ചെയ്യാം. അങ്ങ് പ്രസംഗം തുടങ്ങിയത് കൊണ്ട് വേഗം ലിമിറ്റ് ചെയ്താൽ വോക്കൗട്ട് പ്രസംഗത്തിലേക്ക് അവർക്ക് ശ്രീ പ്രവീണിനെ വിളിക്കാൻ പറ്റും. അല്ല, തുടങ്ങിയത് കൊണ്ട് തുടങ്ങിപ്പോയത് പുതിയ മെമ്പറാണ്. അദ്ദേഹം ഇതൊക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം തുടങ്ങിയ ഒരു പ്രസംഗത്തിൻ്റെ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയെന്നൊരു ആക്ഷേപം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അതൊരു എക്സെപ്ഷണൽ കേസായിട്ട് ശ്രീ ഗോപൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കേട്ടില്ല. മൈക്ക് പ്രസിഡന്റായി മാറരുത്. ഇല്ലില്ല, പ്രസിഡന്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിശദീകരണം കൂടി പറഞ്ഞത്. ഈ വിശദീകരണം പറഞ്ഞത് പ്രസിഡന്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം പുതിയ മെമ്പറാണ്. അദ്ദേഹം സംസാരം തുടങ്ങിയാണ്. ഇതിലല്ലായിരുന്നു എന്ന് വരികിൽ മെയ്ഡൻ സ്പീച്ച് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പ്രിവിലേജും ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങ് തുടങ്ങിയത് കഴിയുന്നത്ര വേഗം ലിമിറ്റ് ചെയ്ത് അടുത്ത വോക്കൗട്ട് പ്രസംഗത്തിലേക്ക് നമുക്ക് പോകണം. സർ, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്ത് വരുന്ന നികുതിയെ സംബന്ധിച്ച് അതിൻ്റെ വർധനവിനെ സംബന്ധിച്ചും ബഹുമാനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായും കൊടുക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചത് ടാറിന്റെ വില വർധനവ് സംബന്ധിച്ച് അങ്ങയുടെ മണ്ഡലത്തിലടക്കം പൊതുമരാമത്തിന്റെ പ്രവൃത്തി നടക്കുന്നില്ല എന്ന് പറഞ്ഞു. സർ, കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിലും ടാറിന്റെ വില വർധനവ് മുമ്പിൽ ഞാൻ എൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ അവർ പറഞ്ഞത് ടാറിന്റെ വില അന്യായമായി വർദ്ധിച്ചിട്ടുണ്ട്, അത് മാറ്റം വരുത്താതെ ടാറിംഗ് പണി നടക്കില്ല എന്നാണ് സൂചിപ്പിച്ചത്. ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞു. അമേരിക്കൻ ബസ്സിനെ കണ്ടാൽ പേടിക്കുന്നതാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന്. വാക്ക് ഇഡിയെ കണ്ടാൽ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവല്ല, ട്രംപിന്റെ മുന്നിലല്ല, ഏത് ലോകരാഷ്ട്ര തലവന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് ഭാരതത്തിന് ഉള്ളത്. രണ്ട് ഗവൺമെന്റും തുടർച്ചയായി ഈ സംസ്ഥാനം ഭരിച്ച നമ്മളൊരു സാവകാശം കാണിക്കൂ. ഈ മെയ്ഡൻ സ്പീച്ച് അല്ലേ, അത് ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, തീർന്നുകൊണ്ടിരിക്കുക. നമുക്കത് വേഗം തീർക്കാം. ഈ സംസ്ഥാനം രൂപീകൃതമായ കാലഘട്ടം മുതൽ ഈ രണ്ട് മുന്നണിയുമാണ് ഇവിടെ ഭരിച്ചിട്ടുള്ളത്. ഇവിടെ ഉണ്ടായ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയുടെയും ഉത്തരവാദിത്തം ഈ രണ്ട് മുന്നണികൾക്കുമാണ്. ഈ ഗുരുതരമായ ഒരു സാമ്പത്തിക ബഹുമാനപ്പെട്ട അംഗം, നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡിബേറ്റ് കേൾക്കോ. ഗവർണർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്ന നന്ദി പ്രമേയത്തെക്കുറിച്ചുള്ള ചർച്ച വരുന്നുണ്ട്. ആ ചർച്ചയിൽ അങ്ങയ്ക്കും അങ്ങയുടെ പാർട്ടിക്കും പറയാനുള്ള കാര്യങ്ങൾ വിശദമായി പറയാൻ പറ്റും. അതുകൊണ്ട് ഈ പ്രാവശ്യം അത് റെസ്യൂം ചെയ്യൂ. അങ്ങനെ റെസ്യൂം ചെയ്ത് വോക്കൗട്ട് പ്രസംഗത്തിന് വേണ്ടി അവരെ അനുവദിക്കാം. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. അത് തീർത്തോണ്ടിരിക്കുകയാണ്. പ്രവീൺ സംസാരിക്കാം. പ്രവീൺ സംസാരിക്കണ്ടേ? പ്രവീണിന്റെ മൈക്കുണ്ടല്ലോ. എന്താ സംസാരിക്കാത്തത്? അവിടെ മൈക്ക് തന്നിട്ടുണ്ട്. മൈക്ക് തന്ന് വോക്കൗട്ട് പ്രസംഗം ഉണ്ടെങ്കിൽ അങ്ങ് സംസാരിക്കൂ. ഇല്ലെങ്കിൽ അങ്ങേക്ക് വോക്കൗട്ട് പ്രസംഗം ഇല്ല എന്നുള്ള ധാരണ നമുക്ക് മുന്നോട്ട് നീങ്ങേണ്ടി വരും. ഒരു സെക്കൻഡ്. പ്രവീൺ, വോക്കൗട്ട് പ്രസംഗം ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഒരു ലിമിറ്റിൽ നിന്ന് ഞാൻ ഒന്ന് ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്തു, എനിക്കറിയാം. അത് ഡീവിയേറ്റ് ചെയ്യാൻ കാരണം ഒരു പുതിയ മെമ്പർ ആയതുകൊണ്ടാണ്. ആ പുതിയ മെമ്പർ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് എഴുന്നേറ്റ് തുടങ്ങിയത് കൊണ്ട് നമ്മളൊരു ചെറിയ സാവകാശം കൊടുത്താൽ ഞാൻ ആദ്യതയെ പറഞ്ഞു. പ്രവീണിന്റെ വോക്കൗട്ട് പ്രസംഗം ഉണ്ടെങ്കിൽ അങ്ങേക്ക് നിർവഹിക്കാം. വോക്കൗട്ട് പ്രസംഗം നടത്തിക്കോളൂ. അദ്ദേഹത്തെ അനുവദിക്കതിന് പ്രതിപക്ഷ നേതാവ്. ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഉദാരമനസ്കതയാണ് ഇവിടെ പ്രകടമായത് എന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ദീർഘമായ സഭയുടെ പ്രവർത്തന പാരമ്പര്യവും ചട്ടങ്ങളും ഒക്കെ അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. അതിൽ നിന്നുള്ള വ്യതിയാനമായി പോയത്
ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഉദാരമനസ്കത വേണ്ടേ? നമുക്കൊരു ഉദാരമനസ്കതയോടുകൂടിയൊക്കെ നമ്മൾ ഇപ്പോഴേ അങ്ങനെ ശത്രുപക്ഷത്തോട്ട് പോകണ്ട. ആ വ്യതിയാനം ഈ വാക്കൗട്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഈ അംഗത്തിന് സമയം കൊടുക്കണമെങ്കിൽ അങ്ങയുടെ ഡിസ്ക്രിപ്ഷൻ പവർ അനുസരിച്ച് ചെയ്യാമായിരുന്നു. അതല്ല അങ്ങ് ചെയ്തത്. പുതിയ മെമ്പർക്ക് ചട്ടങ്ങളുടെ ലംഘനം വരുത്തിക്കൊണ്ട് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങിപ്പോ പറയുന്നത് ഇതൊരു പ്രസിഡൻസ് ആയാലും ഇല്ല, പ്രസിഡന്റ് അല്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞു. അദ്ദേഹം ഒരു മെയ്ഡൻ സ്പീച്ച് നടത്താൻ അർഹതയുള്ള ഒരാളാണ്. അദ്ദേഹം സഭയിൽ ആദ്യമായിട്ട് വരികയാണ്. അപ്പൊ അദ്ദേഹം ഒരു സംസാരം തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അതിന്റെ അവിടെ വെച്ച് കട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അതെന്റെ പാരമ്പര്യം എന്നെ അനുവദിക്കുന്നില്ല. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഇപ്പോൾ നമ്മളത് പറഞ്ഞു, തീർന്നു, പ്രശ്നം തീർന്നു. പ്രവീണിനെ നമ്മൾ വോക്കൗട്ട് പ്രസംഗത്തിന് വേണ്ടി വിളിക്കുകയാണ്. അങ്ങ് കഴിയുന്നത്ര ലിമിറ്റ് ചെയ്ത് സംസാരിച്ചാൽ ഉപകാരം. പുതിയൊരു മെമ്പർ എന്ന നിലയിൽ സാറുടെ ഉദാരമനസ്കത ഞങ്ങളോട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, തുടർച്ചയായി ഉണ്ടാവുന്ന ഇന്ധനവില വർധനവ് നമ്മുടെ നാടിൻ്റെ സമസ്ത മേഖലയിലും സാരമായി ബാധിക്കുകയാണ്. സാർ, അന്താരാഷ്ട്ര വിപണിയിലുണ്ടായ ഇന്ധനവില കൂടുന്നുവെന്ന അത്ഭുത പ്രതിഭാസത്തിന്റെ കൂടിയാണ് നാം സാക്ഷിയാവുന്നത്. നേരത്തെ ഇവിടെ പ്രതിപക്ഷ നേതാവും മറ്റും സൂചിപ്പിച്ച പോലെ എല്ലാ മേഖലയും സ്തംഭിച്ച അവസ്ഥയിലാണ്. സാർ, കാർഷിക മേഖല, വ്യാവസായിക മേഖല, അതേപോലെ ഗതാഗത മേഖല എല്ലാം സ്തംഭിച്ച അവസ്ഥയായിരിക്കണേ. എന്തിന് പുതുതായി സ്കൂൾ വിദ്യാലയം തുറന്നപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ പോലും വാങ്ങാൻ വമ്പിച്ച വിലയാണ് കൊടുക്കേണ്ടി വന്നത്. സാർ, ഇതിന് കാരണം ഇന്ധനവിലയിലുണ്ടായ വർധനയുണ്ടായ മാറ്റങ്ങളാണ്. സാർ, അത് പിടിച്ചു നിർത്താൻ ഈ സർക്കാരിന് എന്ത് സാധിക്കുമെന്നാണ് ചോദിച്ചത്. പക്ഷെ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചു, ഞങ്ങൾ പഠിക്കുകയാണെന്നാണ് പറഞ്ഞത്. കുറച്ച് ദിവസം കൂടി കാക്കൂ. പക്ഷെ ഇനി പഠിക്കാൻ ഒന്നുമില്ല സാർ. കാരണം ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇനി പുതിയൊരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് പ്രഖ്യാപിക്കാനില്ല സാർ. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് ഇന്ധനവിലയിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇളവ് കേന്ദ്രം പ്രഖ്യാപിക്കുള്ളൂ. അതുവരെ കാത്തു നിന്നാൽ ഈ സംസ്ഥാനത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകും. അതിനൊരു നടപടി എടുക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. അതുകൂടാതെ പണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു സാർ, ചേരിചേരാ നയത്തിലൂടെ ഇന്ത്യയും ലോകസമാധാനത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു നല്ല കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടം ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല സാർ. കാരണം പല വമ്പന്മാരുടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ അവരുടെ മുന്നിൽ തലകുലിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ അവർക്ക് സാധിക്കുകയില്ല സാർ. സാധാരണക്കാരുടെ ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഈ വില വർധനവിൽ പ്രതിഷേധിക്കുകയാണ് സാർ. അതേപോലെ ഏറ്റവും പ്രധാനമായ ഗൗരവപൂർണമായ വിഷയമാണ് ഈ സഭ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ആ ചർച്ച ചെയ്യാത്തിൽ പ്രതിഷേധിച്ചത് ഞാൻ വാക്കൗട്ട് നടത്തിയാണ് സാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയിന്റ് ഓഫ് ഓർഡർ നേതാവും അത് കഴിഞ്ഞ് ആ സബ്ജക്റ്റ് പോയല്ലോ. പോയിന്റ് ഓഫ് ഓർഡർ. ബഹുമാന്യനായിട്ടുള്ള അംഗം ശ്രീ കെ.എൻ. ബാലഗോപാലും നടത്തിയ പ്രസംഗങ്ങളിൽ 307 ചട്ടം 307 സർ, ചട്ടം 307 പ്രകാരം 307 ശ്രീ മുരളി, ഞാനൊരു കാര്യം 307 എന്ന് പറയുന്നത് എക്സ്പെൻഡ് ചെയ്യാനുള്ളതാണ്. ആ എക്സ്പെൻഡ് ചെയ്യാനുള്ള വകുപ്പിനകത്ത് നമ്മൾ ഈ പറഞ്ഞതിൽ ഒരു കാര്യവും വരുന്നില്ല. അതിനൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇപ്പോൾ നമ്മളൊന്ന് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേൾക്കൂ, നമ്മളിപ്പോൾ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. വോക്കൗട്ട് പ്രസംഗം നടന്നു. ആ പ്രസംഗത്തിൻ്റെ അവസാനത്തെ പ്രസംഗം നടന്നു. പക്ഷേ ശ്രീ ഗോപകുമാർ മധ്യത്തിലൊന്ന് സംസാരിക്കാനായിട്ട് ശ്രമിച്ചു. അതുപോലും നമ്മൾ സമ്മതിച്ചു. ഇനി നമുക്കത് പ്രൊട്രാക്ട് ചെയ്ത് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങ് റെസ്യൂം ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അങ്ങ് സംസാരിക്കാനുള്ളത് ഇനി ഡിസ്കസ് ചെയ്യാൻ വേറെ സന്ദർഭം വരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നമുക്കതൊക്കെ ചെയ്യാം. അങ്ങ് ചെയറിനോട് സഹകരിക്കൂ. അങ്ങ് ചെയറിനോട് ഒരു സഹകരിക്കൂ. ഇല്ല, 307 ആണ് പറയുന്നത്. 307 ഇത് വരികയില്ല. അദ്ദേഹം 307 ആണ് പറഞ്ഞത്.
307 അത് വരില്ല എന്ന് ചെയർ തന്നെ റൂൾ ചെയ്ത് കഴിഞ്ഞു. ആ പ്രശ്നം അവിടെ അവസാനിച്ചു. നമുക്ക് മുമ്പിൽ അതില്ല. പിന്നെ നമ്മളുടെ മുരളി നമ്മൾ കേക്കോ, അങ്ങ് ചെയറുമായിട്ട് സഹകരിക്കൂ. കേക്കോ, അങ്ങ് പറഞ്ഞ ഒരു കാര്യം ഞാൻ തന്നെ റെഫർ ചെയ്ത് നോക്കി. 307 അങ്ങ് ഇവിടെ കോട്ട് ചെയ്തത്. 307 എക്സ്പെൻഡ് ചെയ്യുന്ന കാര്യമേ ഉള്ളൂ. അങ്ങ് പറഞ്ഞതിനകത്ത് ഇപ്പോ വോക്കൌട്ട് പ്രസംഗത്തിനകത്ത് ഏത് എക്സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയുക. അതുകൊണ്ട് ആ വോക്കൌട്ട് പ്രസംഗത്തെ ആ പ്രൊസീജിയർ പൂർത്തിയാകട്ടെ. അതുവരെ അങ്ങ് ചെയറിനോട് സഹകരിക്കൂ. ഓക്കെ, താങ്ക് യു. പ്ലീസ് അസ്യൂം യുവർ സീറ്റ് പ്ലീസ്. അടുത്തത് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കൽ ശ്രീ BP സജീന്ദ്രൻ. സർ, കുന്നത്തുനാട് താലൂക്കിൽ വാഴക്കുളം വില്ലേജിൽ മലയിടംതുരുത്ത് പരിയത്തുകാവിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. സർ, പരിയത്തുകാവിലെ വസ്തുവുമായി ബന്ധപ്പെട്ട് കേസ് തുടങ്ങുന്ന 1976 ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിൽ OS നമ്പർ 539/84 എന്ന കേസിലാണ്. ശങ്കരൻ നായർ എന്ന ആളാണ് കേസ് ഫയൽ ചെയ്തത്. 2 ഏക്കർ 92 സെന്റ് സ്ഥലമാണ് അന്യായ പട്ടിക വസ്തു. ഇതിൽ നിന്നും നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. BJP MLAയും നിയമസഭാ കക്ഷി നേതാവുമായ BB ഗോപകുമാർ സംസാരിച്ചു. ഇപ്പോഴത്തെ വിലക്കയറ്റവും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണം കേരളം വർഷങ്ങളായി മാറി മാറി ഭരിച്ച 2 മുന്നണികളാണ് എന്ന കാര്യം അദ്ദേഹം അവിടെ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അതിനിടയിൽ BB ഗോപകുമാർ സംസാരിക്കാൻ അനുമതി നൽകിയ സ്പീക്കർക്കെതിരെ അവിടെ ഇടതു മുന്നണിയുടെ പ്രതിഷേധവും ഉണ്ടായി. അങ്ങനെ ചില നാടകീയ രംഗങ്ങൾ 16ാം നിയമസഭയുടെ ആദ്യഘട്ടത്തിൽ തന്നെ നടക്കുകയാണ്. നേരത്തെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. സഭയിൽ ഇപ്പോഴും നടപടികൾ തുടരുകയാണ്.